നമ്മുടെ ബഹുജന പങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ഓഡിറ്റോറിയവും അതോടൊപ്പം തന്നെ സ്റ്റേജും അതിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. അതിനോടനുബന്ധമായി ചേരുന്ന ചടങ്ങിലാണ് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്. മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട മുതൽ ഇവിടുത്തെ ടീച്ചറും അതോടൊപ്പം തന്നെ കമ്മിറ്റിയിലെ ആളുകളും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഏതെങ്കിലും ഫണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് ഷീറ്റ് ഇട്ട് ഒന്ന് മറക്കണം. ഭയങ്കര മഴക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളം ഒന്നായിട്ട് ഒലിച്ചിറങ്ങി വരും, അതുകൊണ്ട് ആൾക്കാർക്ക് നിൽക്കാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു. പഠിച്ച ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലോക്കിൽ അന്വേഷിച്ച സമയത്ത് ഇതിന് ഇത്തരം ഫണ്ടുകളൊന്നും ബ്ലോക്കിലില്ല. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ അന്വേഷിക്കുമ്പോൾ അതിനും ഫണ്ടില്ല. അപ്പോൾ നമ്മളിതെങ്ങനെ ചെയ്യും വേണമല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ ആശയം കൊണ്ടു നടക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതുമായി ഒരു സംരംഭം ബഹുജന പങ്കാളിത്തത്തോടു കൂടി നിർവഹിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ ആദ്യം സമീപിച്ചത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയും പൗര പ്രധാനിയും നമ്മുടെയൊക്കെ കാരണവുമായിട്ടുള്ള കളരിക്കൽ ബാലകൃഷ്ണൻ നായർ അവർകളെയാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, കാര്യമായിട്ട് ഞാൻ ഇതിന് സഹായിക്കാമെന്ന് പറഞ്ഞു. അത് എനിക്ക് വലിയൊരു മോട്ടിവേഷനായി. അങ്ങനെ 13-ാം തീയതി ഞാൻ ഇതിന്റെ അംഗനവാടി മീറ്റിംഗ് ടീച്ചറോട് വിളിപ്പിച്ചു. 13-ാം തീയതി വ്യാഴാഴ്ച മീറ്റിംഗ് കൂടി. 20-ാം തീയതി വ്യാഴാഴ്ച ഒരാഴ്ചക്കകം ഈ പണി കംപ്ലീറ്റ് നിർവഹിച്ചു. പിന്നെ അതോടൊപ്പം സ്റ്റേജും നമുക്ക് കുട്ടികൾക്ക് കുറഞ്ഞ കുട്ടികളാണ് ഉള്ളതെങ്കിലും അവർക്ക് അവരുടെ കലാവിരുന്നുകൾ ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ അത് ഒന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയും കൂടി ആയിക്കോട്ടെ എന്നുള്ള നിലക്ക് ഒരു സ്റ്റേജും കൂടി അതിലേക്ക് ഏർപ്പാടാക്കി. അപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയിലധികം നമുക്ക് ഇതിൽ ചെലവ് വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, അതിന്റെ പകുതി പൈസ 50,000 രൂപ തന്നത് ബഹുമാന്യനായ ബാലകൃഷ്ണൻ നായരാണ് എന്നുള്ളത് നിങ്ങളെ ഏവരെയും നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് പേര് പറയുന്നതും പിന്നെ തന്ന സംഖ്യ പറയുന്നതും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി കൂടിയാണ്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ പാവങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു പ്രഥമ കേന്ദ്രം എന്നുള്ള നിലയിൽ നമ്മളൊക്കെ ഈ നാട്ടിലെ ഒരു ഇലക്ഷനിലൊക്കെ നമ്മൾ പിന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബൂത്ത് ആയിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ അംഗനവാടിയുമായി ആശ്രയിച്ചു വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒന്ന് മഴ നനയാതെ ഇരിക്കാനും നിൽക്കാനുമുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അങ്ങനെ അദ്ദേഹം എനിക്ക് നല്ല രൂപത്തിൽ തന്നെ ഇതിന്റെ പകുതി തുക അദ്ദേഹം ഒറ്റയ്ക്ക് വഹിക്കുകയും ശേഷം ഞാൻ നമ്മളെ ചെറുപ്പുള്ള സുഹൃത്തിനോട് ഇങ്ങനെ ഒരു ആശയം പങ്കുവെച്ചു. അദ്ദേഹം ഒരു 10,000 രൂപ ആ സുഹൃത്തും എനിക്ക് തന്നു. സുഹൃത്തിന്റെ പേര് ഒരിക്കലും പറയരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 60,000 ബാക്കി പൈസ ഈ പ്രദേശത്ത് നിന്ന് മാത്രം ഞാൻ 1000, 2000, 3000 ഒക്കെ ആയിട്ട് കളക്ട് ചെയ്ത് പൂർത്തിയായിട്ടില്ല. ഇനി കുറച്ചുകൂടിയൊക്കെ വേണം. അതൊക്കെ എന്തായിരുന്നാലും കിട്ടിയാലും കിട്ടിയില്ലേലും വളരെ നിറഞ്ഞ ഒരു മനസ്സ്, ഒരു സന്തോഷം നമുക്കുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മള് ജനപ്രതിനിധികളായ നമ്മൾ വെറുതെ നമ്മൾ അങ്ങ് സമയം ചെലവഴിച്ച് പോയോണ്ട് കാര്യമില്ലല്ലോ. അപ്പോ മെമ്പർ ആകുന്ന സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം ഞാൻ ഇവിടെ പിന്നെ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം നേരത്തെ നമ്മുടെ ഗാന്ധി ബോർഡ് അംഗനവാടിയിൽ ഇതേപോലെ ടീച്ചർ പറഞ്ഞു, മാഷ് നമുക്ക് ഇരിക്കാൻ ഇതേപോലെ കസാലല്ല, സദസ്സിന് കസാലല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു വ്യക്തികളെ സംഘടന പിടിച്ചു. അവരോട് 25 കസാല നമ്മുടെ ഓഗസ്റ്റ് 15 റെഡിയാക്കി കൊടുത്തു. അതൊക്കെ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോ അത്തരം കാര്യങ്ങൾ ഇനിയും തുടർന്നും മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങളൊക്കെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഇവിടെ നിങ്ങളോട് അറിയിക്കും. വരുന്ന സമയത്ത് ടീച്ചറും അതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷിതാക്കളും ഒരേ സ്വരത്തിൽ നമ്മളോട് ഉന്നയിച്ചൊരു കേസാണ്. ഇങ്ങനെ ഒരു സംഭവം ഷീറ്റ് ഇടണമെന്നും മഴക്കാലത്ത് ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇലക്ഷൻ സമയത്ത് ബൂത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും കയറാനും ഇറങ്ങാനും അതുപോലെ തന്നെ മഴയുള്ള സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം കൊണ്ട് തന്നെ ടീച്ചർ നിരന്തരമായിട്ട് ഇവിടുന്ന് പറയും ഷീറ്റ് നിർബന്ധമാണ്. അതോടെ തന്നെ സ്റ്റേജ്
പിന്നെ ഉമർമാശ ഒരു ഇതിൽ വന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോ ഇവിടെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് കിണർ വേണം. കിണർ ഇവിടെ ഇല്ല, വെള്ളം കുറച്ച് അകലെ നിന്നാണ് കൊണ്ടുവരുന്നത്. മഴ സമയത്തൊക്കെ കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങളിവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ മുരളിയേട്ടൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുരളിയേട്ടൻ ഉണ്ട്, അവരെ ശ്രദ്ധയിൽപ്പെടുത്താണ്. അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞാൽ മഴ സമയത്ത് വെള്ളം അവിടുന്ന് കോരി കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ അവിടുത്തെ ആയമാർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ അതുപോലെ മുഖപരമായിട്ട് ഞാൻ അതുപോലെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കിതിന് വലിയൊരു സംഖ്യ തന്ന കളരിക്കൽ ബാലകൃഷ്ണൻ നായരെ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി കൃത്യമായി സ്നേഹാഭിവാദ്യം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ബഹുജന പങ്കാളിത്തത്തോടെ നമുക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്താനും പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ അംഗനവാടി എന്ന് പറയുന്നത് ആ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു അടിത്തറയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നത്. അച്ചടക്കങ്ങളും നല്ല ശീലങ്ങളും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിലേക്ക് കടക്കുന്ന ഒരു കേന്ദ്രമാണ് അംഗനവാടി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടതും അവിടങ്ങളിലാണ് നമ്മൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. അതാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് കൊണ്ടു നടക്കേണ്ടത്. മാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 29 അംഗനവാടിയാണ് നമുക്കുള്ളത്. 2 അംഗനവാടിക്ക് മാത്രമേ ബിൽഡിംഗ് ഇല്ലാത്തതുള്ളൂ. ഒന്നിപ്പം അൺഫിറ്റായി, ഒന്ന് വാടകയിലാണ്, 2 ഇപ്പൊ വാടകയിലാണ്. ഒന്നിന് സ്ഥലം ലഭിച്ചിട്ടില്ല, ഒന്ന് പൊളിച്ച് നമുക്ക് പുനർനിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ള അംഗനവാടികളൊക്കെ ഏകദേശം അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് പുതിയ പുതിയ വർക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ വർഷവും നമ്മൾ ഒരു 10 ലക്ഷത്തോളം രൂപ ഈ റിപ്പയറിനും അതോടൊപ്പം തന്നെ ഇതുപോലെ ഷീറ്റ് ഇടാനൊക്കെ ചില അംഗനവാടികൾക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. പോഷകാഹാരത്തിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നത്. ഒരു വർഷം 40 ലക്ഷത്തോളം രൂപയാണ് അംഗനവാടി പോഷകാഹാരത്തിന് നമ്മൾ ഫണ്ട് ചെലവഴിക്കുന്നത്. അപ്പൊ ആ ഒരു വിഭാഗം പോകുന്നതോടുകൂടി നമുക്ക് സേവന മേഖലയിൽ ഫണ്ട് വളരെ കുറവാണ്. ഉള്ളത് വെച്ച് നമുക്ക് പരമാവധി വാർഡുകൾക്കും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനമില്ലാത്ത അംഗനവാടികൾക്ക് ഏതെന്ന് ഏറ്റവും പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന എല്ലാവർക്കും പല പരിപാടികൾക്കും പോകാനുള്ളതാണ്. ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉമർമാഷയും വാർഡ് മെമ്പറെയൊക്കെ, ഉമർമാഷ് നേരത്തെ തുടക്കം കുറിച്ച ഒരു പരിപാടിക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇതുപോലെ പല പ്രവർത്തനങ്ങളും ബഹുജന പങ്കാളിത്തത്തോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അടിസ്ഥാന വികസനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം നേർന്നുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഒരു ഓഡിറ്റോറിയവും സ്റ്റേജും ഉണ്ടാക്കാൻ കഴിഞ്ഞ അതിനോട് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അംഗനവാടിയുടെ തുറന്നുള്ള അശോക് പറഞ്ഞ ഒരു പോരായ്മ വെള്ളമില്ല എന്നുള്ളതാണ്. അതിനും ഈ ജനകായ പങ്കാളിത്തവും ബ്ലോക്കിന്റെയോ അല്ലെങ്കിൽ ജില്ലയിലെയോ ഒക്കെ സഹകരണത്തോടു കൂടി അതും നിർവഹിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നു. ഈ സംരംഭം ഇതിന്റെ പ്രാധാന്യം അറിയിക്കുന്നത് ഈ അംഗൻവാടിയുടെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളും PTA-യും ആവശ്യപ്പെട്ട താല്പര്യപ്രകാരമാണ് ഇങ്ങനെ ഒരു വിപുലീകരണം ഇവിടെ സ്റ്റേജും അതുപോലെ തന്നെ ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ടുള്ളത്. ബഹുജന പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ബാലകൃഷ്ണൻ നായർക്ക് അത് അറിയുന്നതിലും അറിയിക്കുന്നതിലും താല്പര്യമില്ലെങ്കിലും പുതിയ ആളുകൾക്ക് പ്രചോദനമായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഇതിന്റെ സംഘാടകർ തയ്യാറായത്. ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ ജനകീയ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ വിളിച്ചോതുന്നത്. തീർച്ചയായിട്ടും ഇത്തരം അനിവാര്യ ഘട്ടങ്ങളിൽ അനിവാര്യമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബഹുജന പങ്കാളിത്തം വളരെ പ്രധാനമാണ്. അത്തരം കാര്യങ്ങളിൽ എല്ലാവരുടെയും താല്പര്യമുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്തോഷത്തിൽ പൂർണ്ണമായ മനസ്സോടുകൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഒരു കൂട്ടം ജനങ്ങളുടെ ആത്മാർത്ഥമായ സമർപ്പണത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തരം സന്ദർഭങ്ങളിൽ നാടൊരുമിക്കുന്നത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഒരു പ്രദേശത്തിന്റെ, ഒരു സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെല്ലാം പറന്ന് ഒരുമിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത. അത് കൈമോശം വന്നിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഓരോ ദിനവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇതുപോലുള്ള പ്രത്യേകമായ ചടങ്ങുകൾ നമ്മുടെ നാടിന്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പെൺകുട്ടികൾ, ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പഠിക്കുന്ന ഈ അംഗനവാടിക്ക് അതിന്റെ ഭൗതിക സാഹചര്യം ഒരുക്കാൻ
ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ചില പരിമിതികൾ ചില ഘട്ടങ്ങളിൽ വരും. അത് മറികടന്നുകൊണ്ട് ഉമ്മർക്കയുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ മുൻകൈയിൽ, അഷ്റഫിന്റെ എല്ലാം മുൻകൈയിൽ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം സ്റ്റേജും ഇവിടെ സ്ഥാപിതമായത് വളരെയേറെ സന്തോഷിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ കുട്ടികൾക്കുള്ള ഇവിടെ ഓണസദ്യയുണ്ട്, കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനെല്ലാം വേണ്ടി നമുക്ക് വേദി പെട്ടെന്ന് 15 ദിവസം കൊണ്ട് യാഥാർത്ഥ്യമായി. അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത, അതിന് സാമ്പത്തികമായ സഹായം നൽകിയ ശ്രീ ബാലകൃഷ്ണൻ നായർ, അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയായില്ല. നേരത്തെ MP പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് ഉദ്ദേശം ഇത് മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ്. പണം ഒരുപാട് പെട്ടിയിലുണ്ടായിട്ട് കാര്യമില്ല, അത് കൊടുക്കാനുള്ള LP അഹമ്മദ് സാഹിബ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ധനം ഉണ്ടായിട്ട് കാര്യമില്ല, അത് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. ആ മനസ്സുള്ള ഈ വലിയ മനുഷ്യനെ നമ്മൾ ആദരിച്ചു എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ തിരുവോണത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം. അത് നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഇവിടെ 2 ജനപ്രതിനിധികളും, ഉമ്മർ മാഷും ശ്രീ അഷ്റഫും. അഷ്റഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയെടുത്തോളം 24 മണിക്കൂർ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പഞ്ചായത്ത് ഓഫീസാണ് അഷ്റഫ്. 24 മണിക്കൂറും. ഉമ്മർ മാഷാണെങ്കിൽ ക്ഷമയില്ല. 5 കൊല്ലം ചെയ്തു തീർക്കേണ്ടത് 1 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങൾ രണ്ടാളും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ തന്നെ മാഷ് എണീറ്റിട്ട് പറഞ്ഞു ചെറുപ്പ ആശുപത്രിന്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കണം. ഞാൻ പറഞ്ഞു 1 മാസം കാത്തുനിന്നിട്ട് പോയേ. അപ്പൊ ഒന്നിനും ക്ഷമയില്ല, ധൃതിയാണ്, പെട്ടെന്ന് ചെയ്യണം. അതാണ് ഈ ബ്ലോക്കിന്റെ ഫണ്ടിനൊന്നും കാത്തു നിൽക്കാതെ അതങ്ങോട്ട് ചെയ്തു എന്നുള്ളത് ഏറ്റവും മാതൃകാപരമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. അംഗനവാടികൾ വരുന്ന കുട്ടികളെ എണ്ണമല്ല ഇവിടെ പ്രശ്നം. അംഗനവാടി എന്ന് പറയുന്നത് ഒരു നാടിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ്. അവിടെ കൗമാരക്കാരായ ആളുകൾ, ഗർഭിണികൾ, അല്ലാത്ത ആളുകൾ, പൊതുകാര്യത്തിന് നമുക്കൊന്ന് ചികിത്സാ സഹായം ഇവിടെ ആവശ്യം വരുന്ന സമയത്ത് ഒരു കമ്മിറ്റി കൂടാനും ഒക്കെ നമുക്ക് വൃത്തിയും വെടുപ്പും സൗകര്യവുമുള്ള ഒരു കെട്ടിടം ഉണ്ടാകണം. ആ കെട്ടിടം പരിരക്ഷിക്കാൻ നാട്ടുകാരുടെ ഒരു സംരക്ഷണ വലയമുണ്ടാകണം. അത് 100% പറ്റിയ ഏറ്റവും പ്രകൃതിദത്തമായിട്ടുള്ള ഏറ്റവും സൗന്ദര്യം നിൽക്കുന്ന കാറ്റേറ്റ് വളരെ സൗന്ദര്യത്തോടു കൂടി ജീവിക്കുന്ന ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യമായി ഈ അംഗനവാടി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പ്രദേശത്തിന്റെ ആകെ ഉത്സവമായി ഈ ചടങ്ങ് മാറിയിരിക്കുകയാണ്. നന്മ നിറഞ്ഞ കുറെ മനുഷ്യർ ഈ സംരംഭത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ അംഗനവാടിയുടെ മുറ്റത്ത് ഇത്രയും മനോഹരമായ രീതിയിൽ ഈ ഓഡിറ്റോറിയവും സ്റ്റേജും നിർമ്മിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ 2 ജനപ്രതിനിധികൾ അവര് ഒരു മെമ്പറായതിനു ശേഷമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവരുടെ ജീവിതത്തിൽ അർപ്പണ മനോഭാവത്തോടു കൂടി തന്നെ പൊതുസമൂഹത്തിന് സേവനം നടത്താൻ വേണ്ടി കർമ്മനിരതരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ആലോചിക്കേണ്ടതില്ല, പെട്ടെന്ന് തന്നെ അത് ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് തിരക്കുകളുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് പരിഗണനകളൊന്നും കൂടാതെ തന്നെ ഒരു പ്രദേശത്തിന്റെ അല്ലെ ഒരു പൊതുകാര്യത്തിന്റെ വിഷയത്തിൽ ഒന്നിച്ച് സഹകരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ള ഈ ചടങ്ങ്. ഏതായാലും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉമ്മർ മാഷെ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഉമ്മർ മാഷ് നേരത്തെ അഷ്റഫ് കാക്ക പറഞ്ഞ പോലെ തന്നെ ആദ്യമായി മത്സരിക്കുന്ന അന്ന് മുതൽ ജയിച്ച അന്ന് ഞങ്ങള് നേരത്തെ അഷ്റഫ് കാക്ക പറഞ്ഞ പോലെ 1 മണിക്കൂർ നേരം ഞങ്ങൾ ഇരുത്തി സംസാരിച്ച് ജെറൂപ്പ ഹോസ്പിറ്റലിന്റെ കാര്യം സംസാരിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കും കൂടുതൽ ആവേശത്തോടുകൂടി ബ്ലോക്ക് പഞ്ചായത്തിൽ ആ കാര്യം ആദ്യമായി ഉന്നയിക്കാൻ വേണ്ടി ഉമ്മർ മാഷ് തയ്യാറായത്. അതുപോലെ തന്നെ നാട്ടിലെ വിഷയങ്ങൾ പലപ്പോഴും സംസാരിക്കാനുണ്ട്. അതൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സും അതിന് നേതൃത്വം കൊടുക്കാനുള്ള ഒരു കരുത്തും അതിനോട് യോജിച്ച് നിൽക്കാൻ ഈ പ്രദേശത്തെ ജനങ്ങളും തയ്യാറായാൽ നമുക്ക് ഇതിലപ്പുറം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി കഴിയും. തുടർന്നും ഇതുപോലുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിനും മറ്റ് ജനപ്രതിനിധികൾക്കും കഴിയട്ടെ. അതോടൊപ്പം നല്ല ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ഓണാഘോഷമുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ കൂട്ടുകാർക്കും, നമ്മുടെ പ്രിയപ്പെട്ട ചെറിയ കുട്ടികൾ, ഇവിടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ,
അതുപോലെ എല്ലാവർക്കും ഒരു ഓണാശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതി, ഈ കേന്ദ്ര ഗവൺമെന്റ് ബൃഹത്തായ പദ്ധതി, 6ഓളം പദ്ധതികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലെ അംഗനവാടികളിലൂടെ നിർവഹിക്കപ്പെടുകയാണ്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ ഒരു അമ്മ ഗർഭിണിയായിട്ടുള്ള അവർക്കുള്ള പോഷകാഹാരം മുതൽ ആ കുട്ടി ജനിച്ചതിന്റെ പ്രൈമറി വിദ്യാഭ്യാസം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പദ്ധതികളാണ് ഇത്തരം നമ്മുടെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമല്ല ഇത്തരം അംഗനവാടികളിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അംഗനവാടികൾ ശാക്തീകരിക്കേണ്ടതും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും വർദ്ധിപ്പിക്കേണ്ടതിന് ആവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതോടൊപ്പം ജനങ്ങളുടെ പങ്കാളിത്തവും കൂടി ഇനിയും വരേണ്ടതുണ്ട്. അതിന് എല്ലാവിധ കാര്യങ്ങളും നടത്തേണ്ടത് നമ്മൾ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പട്ടേരിക്കുന്ന് അംഗൻവാടിയിൽ 2007 ജനുവരി 1 ഇവിടെ ഈ 2ാം വാർഡിൽ പ്രവർത്തനം ആരംഭിച്ചത്. ആ സമയം തൊട്ട് ഒരു 6 സെന്ററുകളിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു അംഗനവാടിയായിരുന്നത്. പിന്നീട് അത് 2018-19 ഡിപ്പാർട്ട്മെന്റ് ഫണ്ടും അതുപോലെ തന്നെ പഞ്ചായത്ത് ഫണ്ടും സംയോജിച്ചുകൊണ്ട് നമുക്ക് 14.5 ലക്ഷത്തിന്റെ ഒരു കെട്ടിടം നമുക്ക് ഇവിടെ 2020 ഒക്ടോബർ 30 ഇവിടെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് 2007 ജനുവരി തൊട്ട് ഈ വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് അംഗൻവാടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടത്തി വരികയാണ്. എല്ലാ വർഷവും പൊതുജന പങ്കാളിത്തത്തോടു കൂടി അംഗൻവാടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നല്ലവരായ നാട്ടുകാർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷവും നമ്മുടെ അംഗൻവാടിക്ക് ഷീറ്റ്, നല്ലൊരു ഓഡിറ്റോറിയം, അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ലൊരു സ്റ്റേജും നമ്മുടെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ ഉമ്മർ മാസ്റ്റർ മുൻകൈ എടുത്തുകൊണ്ട് നല്ലൊരു ഓഡിറ്റോറിയവും അതുപോലെ സ്റ്റേജും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം ഈ മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുക്കള ഭാഗത്തൊക്കെ മഴ പെയ്യുന്ന സമയത്ത് അടുക്കളയിലേക്ക് വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം നമ്മളെ ബ്ലോക്ക് മെമ്പർ ഉമ്മർ മാസ്റ്ററോട് അതുപോലെ വാർഡ് മെമ്പറോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുട്ടികൾക്ക് ബാത്റൂമിൽ പോകുമ്പോൾ മഴ നനയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പം എന്തെങ്കിലും തരത്തില് ഇവിടെ ഒരു ഷീറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അടുക്കള ഭാഗത്ത് അർജന്റായിട്ട് അടുക്കള ഭാഗത്ത് എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു. പക്ഷെ മാഷോട് അത് പറഞ്ഞ സമയം തന്നെ മാഷ് പറഞ്ഞല്ല, നമുക്ക് മൊത്തത്തിൽ തന്നെ ഷീറ്റ് ഇടാൻ നോക്കാം, പ്രത്യേകിച്ച് ഇതിൽ ഫണ്ടോ കാര്യങ്ങളോ ഇല്ല, നമുക്കിത് പൊതുജന പങ്കാളിത്തത്തോടു കൂടി തന്നെ നമുക്ക് ഷീറ്റ് ഇടാന്ന് പറഞ്ഞു. പക്ഷെ മാഷ് പറഞ്ഞെങ്കിൽ കൂടിയിട്ട് ഇത്രയും പെട്ടെന്ന്, അതായത് 13-ാം തീയതി ഞങ്ങൾ കമ്മിറ്റി വിളിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ കൂടിയിട്ട് ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം സ്റ്റേജും ഉണ്ടാകുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പം ആദ്യമേ തന്നെ ഒരുപാട് നന്ദി. എന്താ പറയണ്ടെന്ന് അറിയില്ല, ഞാൻ പറയുന്നതിൽ എന്റെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച ബഹുമാനപ്പെട്ട മെമ്പറെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുനീറത്ത് ടീച്ചർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ സ്റ്റേജ് ഉദ്ഘാടനം ചെയ്ത CP കൃഷ്ണേട്ടൻ വൈസ് പ്രസിഡന്റ്, അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.